السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدرس الثالث بعد 100. يعني بقي عندنا درس واحد فقط. ഒരു പാഠം കൂടെ തീരുമ്പോഴത്തേക്ക് നമുക്ക് പാഠം തീരും. അതായത് നമുക്ക് കുറച്ച് ക്രിയകൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. തിരഞ്ഞെടുത്ത ക്രിയകളാണ് തന്നിരിക്കുന്നത്. ഈ ക്രിയകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് ദുർബലാശയം വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഗ്രാമർ നമുക്ക് പഠിക്കേണ്ടത്. 102 ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഖുർആനിലെ 83% പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അതിലും ഉപരിയാണ്. പ്രോഗ്രസ്, യഥാർത്ഥത്തിലുള്ള പ്രോഗ്രസ് അതിലും ഉപരിയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ നന്നായി ഈ കോഴ്സ് പൂർത്തീകരിക്കാനും അതിന്റെ ഉപരിപഠനത്തിൽ ഇനി ഇത് കഴിഞ്ഞാൽ അൽ ബഖറ മുതൽ അങ്ങോട്ട് പഠനം തുടങ്ങും. ഉപരിപഠനത്തിലൂടെ വേറെ ചില ഗ്രാമറും നമ്മൾ വിട്ടുപോയ, ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ പഠിക്കാതിരുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചില്ലറ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും നമുക്ക് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒരുക്കി തരുന്ന എല്ലാവർക്കും അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മൾ 37, 38 സൂക്തങ്ങളിലുള്ള പുതിയ വാക്കുകൾ നോക്കി മെസ്സേജ് ഇടാൻ പറഞ്ഞായിരുന്നു. എല്ലാവരും മെസ്സേജ് ഇട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം പുതിയ വാക്കുകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. പുതിയ വാക്കുകൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. വന്നിട്ടുണ്ട്, ഒരാളിട്ടിട്ടുണ്ട്. ഖിതാബ്, കല്ലമ, സവാബ്. ഖിതാബ് എന്താ? ഖുത്ബ നടത്താറില്ലേ? ഖുത്ബ എന്താണ്? ഉദ്ബോധനമല്ലേ? ഉത്ബോധനമോ? ഖുത്ബ ഉത്ബോധനം. ഉത്ബോധനത്തിന് എന്താ വാക്ക്? അല്ല, തദ്കിറ. പിന്നെ ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അതൊക്കെയാണ് ഉത്ബോധനം, ഉണർത്തൽ, ഉത്ബോധനം. ഖിതാബ്, ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം. ഖുത്ബത്തിൻ പ്രഭാഷണം. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ വേണമെന്ന് പറയുന്നത്. സദസ്യരുടെ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. അപ്പോ ഖിതാബ് എന്ന് പറഞ്ഞാൽ സംഭാഷണം. ഓക്കെ. പിന്നെന്താ? കല്ലമ. കല്ലമ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? കല്ലമ സംസാരിച്ചു. പിന്നെ ഒരു വാക്ക് സവാബ്. സവാബ് എന്ന് പറഞ്ഞാൽ ഹക്ക്, യാഥാർത്ഥ്യം, ശരിയായത് എന്നൊക്കെ ഉള്ളതാണ്. സവാബ് ശരിയായത്, യാഥാർത്ഥ്യം ഒക്കെ അർത്ഥമാണ് സവാബ്. വേറെ ഇത്രയും വാക്കുകളുള്ളൂ. 3 വാക്കാണ് പുതിയ വാക്ക്. ബാക്കിയെല്ലാം പഴയ വാക്കുകളാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റബ്ബി സമാവാത്തിൽ റബ്ബിന് എന്തുണ്ട്? കസർ വന്നു. നേരത്തെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു? ജസാഅൻ മിർ റബ്ബിക. ജസാഅൻ മിർ റബ്ബിക.
രക്ഷിതാവിന്റെ നിന്നുള്ള പ്രതിഫലമായി നില. അപ്പൊ മെൻ വന്നു റബ്ബിക്ക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ റബ്ബിന് കസർ വന്നു, മിൻ വന്നത് കാരണം. പിന്നെ എന്ത് ചെയ്യുന്നു? റബ്ബിക്ക ഹിസാബാണ് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് റബ്ബി സമാവാതി. എന്താണ്? ആദ്യം പറഞ്ഞ റബ്ബിന്റെ ബദലാണ് രണ്ടാം പറയുന്ന റബ്ബ്. ഓക്കെ, ആദ്യം പറഞ്ഞ റബ്ബ് എന്ന നാമത്തിന്റെ ബദലാണ് രണ്ടാമത് പറഞ്ഞ നാമം. അതായത് ബദൽ എന്ന് പറഞ്ഞാൽ എന്താ? പകരം. ഓക്കെ, അപ്പൊ അതിന് പകരമുള്ള വാക്കാണിത്. ഇത് ഗ്രാമറിൽ പറയുന്ന ഒരു വാക്കാണ് ബദല്. നമ്മളിപ്പോ ഇസ്മ പഠിച്ചു, ഫെയില് പഠിച്ചു, ഹെർഫ് പഠിച്ചു. അതേപോലെ ബദൽ എന്ന് പറഞ്ഞാൽ പകരം എന്നതാണ് അതിന്റെ ഭാഷ. പക്ഷെ ഗ്രാമറിൽ പറയുമ്പോൾ റബ്ബിക എന്ന് പറഞ്ഞിട്ട് ആ റബ്ബിന്റെ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ആ റബ്ബിനെ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യമാണ്. അപ്പൊ അതാണ് ആ വാക്കിന് പകരമായി നിൽക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ നേരത്തെ വിശേഷണം എന്ന് പറഞ്ഞു. പക്ഷെ വിശേഷണം പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷെ യഥാർത്ഥത്തിൽ വാക്യത്തിന്റെ ഘടന അനുസരിച്ച് നമുക്ക് വിശേഷണം എന്ന് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ബദൽ എന്ന് പറയുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു. പിന്നീട് സിറാത്തുൽ ലദീന എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സിറാത്തിന്റെ ബദലാണ് രണ്ടാമത്തെ സിറാത്ത്. അതുപോലെയാണ് ഇവിടെ റബ്ബിക ഹിസാബ എന്ന് പറഞ്ഞിട്ട് ആ റബ്ബിന്റെ ബദലായിട്ട് പറയുമ്പോൾ ആ അതിന്റെ ആദ്യം പറഞ്ഞ നാമത്തിന്റെ അടയാളം തുല്യമായിട്ട് കൊടുക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല, അതേ അടയാളമാണ് വരിക. അപ്പൊ റബ്ബി സമാവാതി വൽ അർബി. അപ്പോ റബ്ബി സമാവാതി, സമാവാത്തിന് എന്ത് അടയാളമാണുള്ളത്? സമാവാത്ത് എറാണ്, ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യം അവൻ തോന്നിയാ പോരാ, ആണ്. കാരണം റബ്ബി സമാവാതി ആകാശത്തിന്റെ രക്ഷിതാവ്, വൽ അർബി ഈ വാ ചേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ സമാവാത്തിന് നമ്മൾ ഫത്തഹാണോ കസ്റാണോ എന്ന് അറിയാൻ മതിയാതെ വന്നാൽ എന്ത് ചെയ്യണം? വാൽ അർബി, വാ ചേർത്ത് അടുത്തതിന് നമുക്ക് അടയാളം കൃത്യമാണോ നോക്കാം. വാ ചേർത്ത് വന്ന അടുത്തതിന് അടയാളം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതേ അടയാളമായിരിക്കും വാ ഉപയോഗിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതിനും ഉള്ളത്. ഇപ്പൊ സമാവാത്തിന് ഫത്തഹ ചെയ്യപ്പെട്ടാലും കസ്ർ ചെയ്യപ്പെട്ടാലും ഒരേ അടയാളം കൊടുക്കാൻ പറ്റും. കസ്ർ എന്ന അടയാളം ചെയ്യാൻ പറ്റും. അതേസമയം അൽ അർബി ആണെങ്കിൽ ഫത്തഹ ചെയ്യപ്പെട്ടാൽ അർബാന്ന് വരും, ഇവിടെ കസ്റായിട്ട് അർബി എന്ന്. അപ്പൊ റബ്ബി സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവ്. വമാ ബൈനഹുമ, ബൈനഹുമ ബൈന ഇടയിൽ, അപ്പൊ അവൻ രണ്ടിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഹോൾ യൂണിവേഴ്സായി, പ്രപഞ്ചം മുഴുവനായി, പിന്നെ ഒന്നും ബാക്കിയില്ല. അർ റഹ്മാൻ, അവൻ ആരാണ്? പരമകാരുണികൻ. അതെ, പരമകാരുണികൻ. ഒറ്റ വാക്കിൽ പറഞ്ഞ അവൻ അർ റഹ്മാൻ. അപ്പം റഹ്മാനും എന്തുണ്ട്? കസറുണ്ട്. നേരത്തെ പറഞ്ഞ റബ്ബിന്റെ വിശേഷണമായിട്ടാണ്. റബ്ബിക്ക. അപ്പൊ റബ്ബിക്ക എന്ന് പറഞ്ഞിടത്ത് എന്താണ്? റബ്ബ് ഡെഫിനിറ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കായിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്തായി? ഡെഫിനിറ്റ് ആയി. അൽ ഉള്ളത് ഡെഫിനിറ്റ് ആയിരിക്കും, മാരിഫ ആയിരിക്കും, അഥവാ അറിയപ്പെടുന്ന നാമമായിരിക്കും. അതേപോലെ വ്യക്തികളുടെ, സ്ഥലങ്ങളുടെ നാമങ്ങൾ അറിയപ്പെടുന്ന നാമമായിരിക്കും. അതേപോലെ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഇതായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ റബ്ബി റബ്ബിക്ക എന്ന് നീ രക്ഷിതാവ്. അപ്പൊ എന്തായി? റബ്ബ് അല്ലുള്ളതിന് തുല്യമായി.
അർ റഹ്മാൻ, അവൻ കരുണ, എന്താ പറയുക, കാരുണ്യവാനും കരുണാനിധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ പരമകാരുണ്യം. റഹ്മാൻ എന്ന് നമ്മൾ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു അർത്ഥം? കാരുണ്യം ആധിക്യം നിരന്തരം. ആണോ? നിരന്തരാണോ റഹ്മാൻ? അല്ല, റഹീമാണ് നിരന്തരം. റഹീമാണ് പെർമനന്റ് ആയിട്ടുള്ള, നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞാല് മറ്റിന്റെ ആധിക്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവർക്കും എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ. ഒരുപോലെ കരുണ ചെയ്യുന്നവൻ. ഒരുപോലെ ഒന്നല്ല, അനുസരിക്കുന്നവർക്കും അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവൻ. ഒരുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപോലെ പറ്റില്ലല്ലോ. ഒരുപോലെ അല്ല. കാരണം റഹ്മാനും റഹീമുമാണ് അവൻ. അപ്പം അധികം കാരുണ്യം ചെയ്യുന്നു, അതായത് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കാരുണ്യം ചെയ്യുന്നു, അനുസരിച്ചവർക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നു. പ്രത്യേകം റഹീമും കൂടെയാണ്. ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ ഒരു പൊതു റബ്ബിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സവിശേഷമായ റബ്ബിനെ. എല്ലാവരും അംഗീകരിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബ്. അപ്പൊ നമ്മൾ ആരും ചോദിച്ചാലും പ്രപഞ്ചം മുഴുവൻ ഒരു ദൈവത്തിന് ഒരു ശക്തിയുടെ കീഴിലാണ് നടക്കുന്നത്. ആ ശക്തി ആരാണ് എന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ദൈവം എന്ന് പറയും, വേറെ പലരും പല ഭാഷയിൽ അവരവരുടെ ഭാഷയിൽ എന്ത് പറഞ്ഞാലും അതിനെ മൊത്തം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അതിനാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും അംഗീകരിച്ചതാണ്. മക്കയിലെ മുശ്രിക്കുകളും കാഫിറുകളും ഒക്കെ അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് റബ്ബ്. എല്ലാ ദൈവങ്ങളും റുബൂബിയ്യത്ത് പറഞ്ഞാൽ ദൈവങ്ങളല്ല, റബ്ബായിരിക്കുന്ന അവസ്ഥ. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറയുന്നത്. ഇതിനെല്ലാം ദൈവമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നു, എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിക്കുന്നു. അത് മക്കയിലെ ഖുറൈശികളും മക്കയിലെ മുശ്രിക്കുകളും അതേപോലെ സത്യനിഷേധികളും ഒക്കെ അംഗീകരിച്ചിരുന്നു. എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ് തന്നെയാണ്. അപ്പൊ അല്ലാഹ് റബ്ബാണ്, ഖാലിഖാണ്, അതേപോലെ റാസിഖാണ്, എല്ലാം നോക്കി നടത്തുന്നവനാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. അതിനെ പലരും പല ഭാഷയിൽ പല പേരിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അള്ളയെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നിടത്താണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ റബ്ബി സമാവാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആകാശഭൂമികളുടെ റബ്ബായിട്ടുള്ളവൻ, ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമാണ്. അവൻ അർ റഹ്മാനുമാണ്. അപ്പൊ ഇവിടെ പറയുന്ന റഹ്മാൻ എന്ന് പറയുന്നത് കൃത്യമാണ്. കാരണം എല്ലാവരും അംഗീകരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അർ റഹ്മാൻ, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, അത് കാരണയാണ്. ഭൂമിയിൽ സൗകര്യം ചെയ്തു തന്നത്, അത് കാരണയാണ്. ഫലങ്ങളും ഫലമൂലാദികൾ തന്നത്, അതും കാരണയാണ്. അങ്ങനെ മഴ സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഓക്സിജൻ കൊണ്ടുപോകണ്ട, നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ പെട്രോൾ കൊണ്ടുപോകണം, വാഹനത്തിൽ ഇന്ധനം വേണം. അതേസമയം നമ്മൾ ജീവിക്കാനുള്ള ഇന്ധനം നമുക്ക് ഇവിടെ യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം അള്ളാന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം എന്താണ്? അർ റഹ്മാൻ. ഇതെല്ലാം നൽകുന്നത് അർ റഹ്മാൻ. റഹീം എന്ന് പറയുന്നത് അനുസരിച്ചവർക്ക് പ്രത്യേകം എന്ത് ചെയ്യുന്നു? അനുഗ്രഹം നൽകുന്നു. അതാണ് റഹീം. ലാ യംലികൂന മിൻഹു ഖിതാബ. ലാ യംലികൂന, അവർക്ക് ഒരു അതോറിറ്റിയും ഇല്ല, ഒരു അധികാരവും ഇല്ല. മലക്ക് യംലിക്കു ഉടമപ്പെടുത്തി. ലാ യംലികൂന മിൻഹു, അള്ളയിൽ നിന്നും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഖിതാബൻ, സംഭാഷണം. അവനോട് സംസാരിക്കാൻ, ശബ്ദിക്കാൻ ആർക്കും അധികാരമില്ല. ആർക്കും അധികാരം ഇല്ല. ആർക്കും പെർമിഷൻ തന്നിട്ടില്ല. മുൻകൂട്ടി ആർക്കും പെർമിഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന ഉടനെ സംസാരിക്കാം, കണ്ട ഉടനെ സംസാരിക്കാം, അങ്ങനെ ഒരു പെർമിഷൻ മുൻകൂട്ടി ആർക്കും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ളത് കാര്യം പിന്നെ പറയുന്നുണ്ട്. ജനറലി പറഞ്ഞത് ആർക്കും കൊടുത്തിട്ടില്ല. യൗമ യഖൂമു റൂഹു,
ഏത് ദിവസത്തെ കാര്യമാണ് പറയുന്നത്? റൂഹ് നിൽക്കുന്ന ദിവസം. വൽ മലായിക്കത്തു, മലക്കുകൾ. മലക്കുകളുടെ കൂടെ റൂഹിനെ പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ജിബിരിയിൽ. ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളൊക്കെയും നിൽക്കുന്ന ദിവസം സൊഫ അഥവാ സൊഫൻ. ഇവിടെ എന്താണ്? ഇതാണ് ഹാല് എന്ന് പറയുന്നത്. ഹാല് ആന്ന് വ്യക്തമാക്കി. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസ്ഥ. യഖൂമു റൂഹു വൽ മലായിക്കത്തു. അപ്പൊ ഇവിടെ ഉദാഹരണം ഇവിടെ നോക്കുക. സൊഫൻ എന്ന് പറഞ്ഞത് അവിടെ ഫത്തഹുള്ള ഒരു പദമാണ്. ഈ ഫത്തഹുള്ള പദത്തിന് എന്തുകൊണ്ട് ഫത്തഹ് വന്നു? അത് ഏതെങ്കിലും ഒരു ക്രിയയുടെ കർമ്മമാണോ? ആണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? സംശയമുണ്ടോ? സംശയമുണ്ടോ? സഫൻ എന്ന വാക്ക് ഏതെങ്കിലും ഒരു ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിയയുടെ ഒബ്ജക്റ്റ് ആണോ എന്ന് സംശയമുണ്ടോ? കർത്താവാണല്ലോ. സഫിൻ ലമ്മാണ്. സഫിനല്ല, മലായിക്കത്തിന്. സഫിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സഫ് ഹാലാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ബദൽ എന്ന് പറഞ്ഞില്ലേ, ആരാ കർത്താവ് എന്ന് പറഞ്ഞത്? സഫ് എങ്ങനെ കർത്താവായിട്ട് വരിക? അല്ല, അതാണോ ചോദിച്ചത്? അറിയില്ലാതെ ചോദിച്ച്. കർത്താവിന്റെ അടയാളം എന്താ? അമ്മത്താണ് കർത്താവിന്റെ അടയാളം. നമ്മൾ നേരം വിളക്കുന്നവരെ എന്താ പറയാ, ഏതെങ്കിലും വായിച്ചിട്ട് നേരം വിളത്തപ്പോ അതിൽ പറഞ്ഞ മുഖ്യ കഥാപാത്രത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചോലെ. നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പരാമർശിക്കാൻ പറ്റാത്തൊരു ഭൂമി ആയതുകൊണ്ട് ഞാനത് വായിൽ വന്നത് മാറ്റി പറഞ്ഞു. നിങ്ങൾ മലയാളം സംസാരിക്കുന്ന ഒരു ഉദാഹരണം. രാമായണം വായിച്ചു. അത് തന്നെ, അതെ. സീതാരാമന്റെ ആരെന്ന് ചോദിച്ചു. അല്ല, സീതയുടെ ഭർത്താവായിരുന്നു ചോദിക്കും. സീതേനെ തട്ടിക്കൊണ്ട് പോയതോ ആരാ? അങ്ങനെ കണ്ട. അതെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മള് കർത്താവിന്റെ അടയാളം വന്നത്തെ എന്ന് പറയുന്നത് സിൽവറിൽ പഠിപ്പിക്കുന്നതാണ്. സിൽവറിന്റെ പുസ്തകം വാങ്ങിയിട്ടില്ലാത്തവരെ ഉടനെ ഓർഡർ ചെയ്യണം. ഇനി 10 ദിവസം കഴിഞ്ഞിട്ടേ അയക്കുള്ളൂ ഇവിടെ. കാരണം ഇവിടെ ബൾക്ക് ഓർഡർ വന്ന് കെട്ടിക്കിടക്കുക. ഇനി പുസ്തകം തീർന്നു പോയി, ഇനി സിൽവറിന്റെ പുസ്തകം നമുക്ക് കിട്ടിയിട്ടില്ല, പഴയ നോട്ട്സ് ഒന്നും കിട്ടിയില്ല എന്ന് പറയും. ഇതിപ്പോ 2 എണ്ണല്ലേ പറഞ്ഞിട്ടുള്ളൂ? അല്ലേ? 3-ാം ഭാഗവും 4-ാം ഭാഗവും. 3-ാം ഭാഗം 4-ാം ഭാഗം എന്നുള്ളൂ. അതുകൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി പഠനം. അല്ല, സിൽവറിന്റെ പറഞ്ഞ അപ്പൊ അതും ഉണ്ടാ? ബേസിക്കും സിൽവറും ആണ് പറഞ്ഞത്. അതാണ് 2 എണ്ണം. 3-ഉം 4-ഉം. 3-ഉം 4-ഉം ബേസിക്കും സിൽവറാണ്. പരീക്ഷ എഴുതിയില്ലേ? സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ. അപ്പം കർത്താവിന്റെ അടയാളം ദമ്മത്താണ്. ഒബ്ജക്റ്റിന്റെ അടയാളമാണ് ഫത്തഹത്ത്. അതേപോലെ ഹാലിന്റെ അടയാളം ഫത്തഹത്താണ്. ഈ ഹാലിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അവിടെ ഒബ്ജക്റ്റ് ആയി വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. യഖൂമു എന്നത് ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്ത ക്രിയയാണ്, അല്ലേ? യൗമ എന്നത് സന്ദർഭം പറഞ്ഞുകൊണ്ട് യൗമിന് ഫത്തഹ് വന്നു. യൗമ ഒരു നാമമാണ്. പിന്നീട് അവിടെ ഒരു ക്രിയ വന്നിരിക്കുന്നത് യഖൂമു എന്ന ക്രിയയാണ്. യഖൂമു എന്ന ക്രിയക്ക് വേണ്ടത് കർത്താവാണ്. അവിടെ ലമ്മത്തുള്ള നാമം വന്നു, റൂഹു വൽ മലായിക്കത്തു. അപ്പം റൂഹിനെയും അതിൻ്റെ കൂടെ വാ ചേർത്തിട്ട് മലായിക്കത്തിനെ വന്നു. റൂഹാണ് യഥാർത്ഥത്തിൽ കർത്താവ്, അതിനുള്ള വാ ചേർത്തിട്ട് മലായിക്കത്തിനെ കൂടെ ആഡ് ചെയ്തു. പിന്നെ സഫ് എന്നത് ഒബ്ജക്റ്റ് ആകാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. മാത്രമല്ല, സഫൻ എന്ന് പറയുക ഹാല് വരുമ്പോൾ ഫത്തഹ തൻവീനായിരിക്കും ഉണ്ടാവുക. ഒന്ന് കർമ്മമാകാൻ സാധ്യതയേ ഉണ്ടാവില്ല. അത് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ കർമ്മമാകാൻ സാധ്യതയേ ഉണ്ടാവില്ല. നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ വാക്ക് ഹാലാണോ ഒബ്ജക്റ്റ് ആണോ എന്നൊരിക്കലും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നു, അതാണ് പ്രശ്നം. നമ്മൾ സംശയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരക്കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അവർ 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ എങ്ങനെയാണ് ഭാഷ സംസാരിക്കുന്നത്?
മലയാളം ഭാഷയിലെ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഒക്കെ അവരെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, എന്താ പറയാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നവര്? ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ വന്നിട്ട് 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. അതെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? നിങ്ങൾ അവരോട് ചോദിക്കുക, ഇതിന്റെ സബ്ജക്ട് ഏതാണ് ഒബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് 3ാം ക്ലാസ് 4ാം ക്ലാസ് കുട്ടികൾ സംസാരിക്കുന്നതല്ല. അവർ കളിക്കുമ്പോൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നവർ. അപ്പൊ ഇംഗ്ലീഷ് തന്നെ കളിക്കുന്നു. ആ കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, സബ്ജക്ട് ഇതിന്റെ സബ്ജക്ട് ഏതാണ്, ഇതിന്റെ ഒബ്ജക്ട് ഏതാണ് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറയുന്ന നിലവാരത്തിലുള്ള കുട്ടികളുണ്ടാകും. പക്ഷെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി 3 വയസ്സുള്ളപ്പോഴേ ഇംഗ്ലീഷ് സംസാരിക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് സംസാരിക്കും. പ്രീ പ്രൈമറിയിൽ അല്ലെങ്കിൽ UKG LKG പോകുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ സംസാരിക്കുക. പക്ഷെ ഇപ്പോഴാ കുട്ടി 4 5ലാണ് പഠിക്കുന്നത്, 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമ്മള് ഭാഷയിലെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളിൽ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. നമ്മൾ പറയുന്നതിലെല്ലാം നമ്മൾ ബേസിക് എന്താ പറയാ, നമ്മള് സിൽവർ മുതൽ അങ്ങോട്ട് വരുന്നതെല്ലാം അഡീഷണൽ നോളജ് ആയിട്ടാണ് തരുന്നത്. ഇത് നമ്മൾ ഖുർആൻ മനസ്സിലാക്കാൻ ഇതുകൂടി മനസ്സിലാക്കിയിരുന്നാൽ ഉത്തമമായിരിക്കും. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പോളിസി എന്ന് പറഞ്ഞാൽ കർത്താവും കർമ്മം ഒന്നും മാറിപ്പോകില്ല എന്നാണ്. നിങ്ങൾ നമ്മുണ്ടോ പത്രങ്ങളോ ഒന്നും നോക്കേണ്ടതാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇംഗ്ലീഷിൽ നമ്മൾ ഇത് കോപ്പി ചെയ്തത്. പിന്നെ നമ്മൾ ഗ്രാമറൊക്കെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തതാണ്. കാരണം കേരളത്തിൽ ഒരുപാട് ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഗ്രാമറൊന്നും ഇല്ലാത്ത ഖുർആൻ സ്റ്റഡി സെന്റർ പഠിപ്പിച്ചാൽ ആരും പഠിക്കും. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ തരുന്നതെല്ലാം ബോണസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇതെല്ലാം ഖുർആൻ ഗ്രഹിക്കുന്നതിനും അതിന്റെ കൂടുതൽ ചൈതന്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിന്റെ അടുത്ത തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനും ആവശ്യമുള്ളതാണ്. അതേപോലെ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ ആൾക്കാർ ഇതിന്റെ താഴെ ഏതാണ്, മക്കൾ ഏതാണ്, അതേപോലെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അതുകൊണ്ട് നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കും ഇതില് ഒരു ടെക്നിക്കൽ വാക്കും അറിയാതെ വരരുത്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന. അതുകൊണ്ട് ആരും യോമ് എന്ന് പറഞ്ഞ ക്രിയയാണോ? പിന്നെ യക്കൂന്ന് പറഞ്ഞാല് ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ യൗമ എന്താണെന്ന് പറഞ്ഞിരുന്നു. യൗമിന്റെ അർത്ഥം എന്താ? ദിവസം. ദിവസം ക്രിയയാണോ? ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് നമ്മൾ പഠിപ്പിച്ചത്? മലയാളത്തിൽ അതിന്റെ നിർവചനം ഇതേപോലെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിലബസ് ലോകത്തില്ല. നമ്മൾ അത് അർഹിക്കുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പം ഉണ്ട്. ഞാനിത് മനഃപൂർവ്വം അങ്ങനെ മാർക്കറ്റ് ചെയ്യാത്തതാണ്. ഞാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും ആലോചിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ഒരു പരസ്യം കൊടുത്തിരുന്നു. അതേപോലെ നമ്മൾ ഒരു നന്നായിട്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുക, കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ മറിച്ച് ഇങ്ങനെ കയറ്റി ഭയങ്കര സംഭവമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യാത്തതിന് വേറെ ചില കാരണങ്ങളുണ്ട്. അതെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? ഒരു സമയമാകുമ്പോൾ ഠിം എന്നാണ് ചാട്ട് പോകും. ഇത് ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. ദിവസവും പുതിയ സ്റ്റുഡൻസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നത്. ഇന്നും ഒന്നിലധികം പുതിയ സ്റ്റുഡൻസ് നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഖുർആൻ പഠിക്കണം, ഈ കോഴ്സ് പഠിക്കണം, എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ആഴ്ചയും ഖുർആനുമായും അറിവ് ഭാഷയുമായും ബന്ധമില്ലാത്ത ഒരാൾ, ഇസ്ലാമുമായും ബന്ധമില്ലാത്ത ആളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. എന്ത് ചെയ്യണം? എങ്ങനെയാ പഠിക്കേണ്ടത്? അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മളെ പരിധിക്ക് അപ്പുറം പോകും. ശരിയായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ സ്വീകാര്യത തന്നെയാണ്. ഓക്കെ, അപ്പൊ യോമ എന്താണ്? ദിവസം.
ക്രിയയുടെ യൗമ് ഹാലാണ്. ഫത്തഹ തൻവീൻ വരും, ഹാലിന് ഫത്തഹ തൻവീൻ വരും എന്ന് പറഞ്ഞു. യൗമൻ യഖൂമു. ആ ഇവിടെ സന്ദർഭത്തെ നോക്കുക, ലാ സൂചി- യംലികുന മിൻഹു ഖിതാബൻ, അവിടെ ഫത്തഹ തൻവീൻ ഉണ്ട്. അവിടെ വെച്ച് നോക്കുക, ലാ യംലികൂന എന്നത് എന്താണ്? അധീനപ്പെടുത്തുകയില്ല. യംലികൂന എന്നതൊരു ക്രിയയാണ്. ഓക്കെ, യംലികൂന, ആ ക്രിയയിൽ കർത്താവ് വേണം, കർമ്മം വേണം. യംലികൂന എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ ആര് ഉടമപ്പെടുത്തുകയില്ല എന്ന് ചോദിക്കും. അപ്പൊ യംലികൂനയുടെ അകത്തുള്ള ഹോമാണ് അതിന്റെ കർത്താവ് അല്ലെ. ലാ യംലികൂന, ലാ ചേർത്താൽ ആ മീനിങ് പറയാൻ പറ്റും. പക്ഷെ ക്രിയ നമ്മൾ നോക്കുമ്പോൾ യംലികൂന എന്നതാണ് ക്രിയ. ലാ യംലികൂന ഉടമപ്പെടുത്തുകയില്ല. ആര് ഉടമപ്പെടുത്തുകയില്ല? അപ്പൊ അതിനകത്തുള്ള ഹോമാണ് ക്രിയ. അവർ ഉടമപ്പെടുത്തുകയില്ല. എന്തിനെ ഉടമപ്പെടുത്തുകയില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും, കേൾക്കുന്ന ആരും ചോദിക്കും. അങ്ങനെ ചോദ്യം പ്രസക്തമാണെങ്കിൽ അതിന്റെ കർമ്മം ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഖിതാബാണ്. എന്തിനെ ഉപയോഗപ്പെടുത്തുകയില്ല? ഖിതാബിനെ ഉപയോഗപ്പെടുത്തും. സംഭാഷണം ഉപയോഗപ്പെടുത്തുകയില്ല. സംഭാഷണം അധികാരമില്ല. അപ്പൊ ഖിതാബ് എന്തല്ല? ഹാലല്ല. കാരണം എന്താണ്? അവിടെ യംലികൂനയുടെ കർമ്മമായിട്ട് പോകും. മാത്രവുമല്ല, നമ്മൾ കോമൺ സെൻസിലൂടെ കുറച്ച് ചിന്തിക്കണ്ടേ? ഖിതാബൻ എന്ന് പറയുമ്പോൾ അവർ സംഭാഷണത്തെ ഉപയോഗപ്പെടുത്തുകയില്ല. അപ്പം പിന്നെ അവിടെ ഒരു അവസ്ഥയെ പറയുന്ന വിഷയം വരുന്നില്ല. അതേസമയം യൗമ യഖൂമു റൂഹു വൽ മലായികത്തു, മലക്കുകളും ജിബ്രീലും മലക്കുകളൊക്കെയും നിൽക്കുന്ന സന്ദർഭം, നിൽക്കുന്ന ദിവസം. അപ്പൊ നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? സഫൻ. നിൽക്കുന്നു, അന്യായി നിൽക്കുന്നു. അപ്പൊ കോമൺ സെൻസ് നോക്കിയാൽ നമ്മളിത് എന്ത് കിട്ടും? സഫൻ എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? അണിയായി നിൽക്കുന്നു. അപ്പൊ എന്ത് ഹാലിലാണ് നിൽക്കുന്നത് എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹാൽ എന്ന് പറയുന്നത് ഒരു വ്യാകരണത്തിലെ സാങ്കേതിക പദമാണ്. ഓക്കെ, അപ്പോ സഫൻ അണിയായി നിൽക്കുന്നു. ലാ യംലികുന മിൻഹു ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന. അപ്പോ ലാ യംലികുന മിൻഹു ഖിതാബ, ലാ യംലികുന മിൻഹു ഖിതാബ എന്ന് സംഭാഷണം ഉടമപ്പെടുത്തുകയില്ല. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ, മലക്കുകളും ജിബ്രീലും മലക്കുകളൊക്കെയും അണിയായി നിൽക്കുന്ന. ഇപ്പൊ യൗമ യഖൂമു എന്താണെന്നുള്ളത് എനിക്ക് ഇനി മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, യൗമ് എന്ന വാക്ക് ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കാൻ പറയുന്ന പദമാണ് അല്ലെ. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം. ദിവസം എന്ന് പറയുന്നത് ഒരു സമയത്തെ, സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദമല്ലേ? ആണോ? ആ. അപ്പൊ എന്താണ് യൗമും യഖൂമും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? ആ കണക്ഷൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കുട്ടി, നമ്മൾ പ്രാഥമിക ഏതോ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. കുട്ടി സംസാരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം? ഭാഷ കൈകാര്യം ചെയ്യാം. കുട്ടി സംസാരിക്കുന്ന ഒക്കെയും കുട്ടി കോമൺ സെൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നില്ല. പിന്നെ ഉമ്മയും വാപ്പയും അഥവാ സിബ്ലിങ്സ്, പരസ്പരം ഇടപഴകുന്ന ആൾക്കാർ ഒക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ സംഭവം. ആ ചുണ്ട് ഷേപ്പ് ഇതെല്ലാം അതേപോലെ ആയിരിക്കും വെക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കൂടെയുള്ള കുട്ടി നമ്മൾ ചിലപ്പം പറയും ഉമ്മയുടെ സ്വഭാവമാണ്, വാപ്പയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വാപ്പയുടെ സഹോദര സ്വഭാവമാണ്, ഉമ്മയുടെ സഹോദര സ്വഭാവമാണ്, വല്യപ്പാടെ സ്വഭാവം എന്നൊക്കെ പറയും. സ്വഭാവം രൂപപ്പെടുന്നത് ആരുടെ കൂടെ കുട്ടി വളരുന്നു അവരെ. എന്തായിരുന്നാലും കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്? കേട്ട് പഠിക്കുക. അപ്പൊ നമ്മളിങ്ങനെ കേട്ട് പഠിക്കുക. ഓക്കെ, ഒരുപാട് ചിന്തിക്കാതിരിക്കുക. ഭാഷയിൽ ഒരുപാട് ചിന്തിച്ചാൽ നമ്മൾ ഈ അൽ ബഖറ, ആലി ഇമ്രാൻ, നിസാ, മാഇദ ഇതൊക്കെ പഠിക്കുന്നതാണ്. അതിങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭാഷയുടെ ഒഴുക്ക് കിട്ടും. ഭാഷയുടെ ഒഴുക്ക് കിട്ടും. അപ്പൊ ഇത് മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും.
ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ ഫൈനല ഇപ്പൊ ഇതെന്താണ് യൗവന വിപ്ലവം? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒബ്ജക്റ്റിന് കർമ്മത്തിനും പത്തതാണല്ലോ, കാലിനും പത്താണല്ലോ, എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഇതിന് മാത്രം പ്രസക്തമായ സംഗതിയല്ല. നിങ്ങൾ വിചാരിക്കുന്നു ഓക്കെ നമ്മളെല്ലാം വെച്ചു പിന്നെ നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, കൊമേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടി, കൊമേഴ്സ് പഠിക്കുക ആരുണ്ട് ഇതില്? ബികോം ആരുമില്ല. അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസി പഠിക്കുന്ന ആള് പ്ലസ് ടുവിൽ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണ്ടേ? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി പഠിക്കണം. മാത്രമല്ല ഞങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ബാലൻസ് ഷീറ്റ് രണ്ട് പിന്നെ A4 പേപ്പറിൽ രണ്ട് A4 പേപ്പർ ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കണം എന്ന് വരെ പഠിപ്പിക്കും. ടൈപ്പ് റൈറ്റിംഗ് കൊണ്ട് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് എംകോമുകാരൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ബാലൻസ് ഷീറ്റ് എഴുതിയ കാര്യങ്ങളൊക്കെ പ്ലസ് ടുക്കാരന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതേപോലെ നമ്മളെ കോഴ്സ് തന്നെ എന്താണ്, നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്ലോമ. ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അൽമായിര വരെ പഠിപ്പിച്ചവർക്ക് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അഡ്വാൻസ് ഡിപ്ലോമ എന്നാണ്. അഡ്വാൻസ് ഡിപ്ലോമ കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഡിഗ്രിയോട്. അപ്പൊ അതുവരെയും പഠിക്കാനുണ്ട്. കൊമേഴ്സ് പഠിക്കുന്നതിന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് നോക്കിയാൽ മതി. ആ ഡിപ്രീസിയേഷൻ പ്ലസ് ടുവിന് പഠിക്കുന്നതല്ല എംകോമുകാരൻ പഠിക്കുന്നത്. പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിപ്രീസിയേഷൻ അത്രേ അറിയാവൂ. വില കുറഞ്ഞു, അതിന്റെ മൂല്യം കുറഞ്ഞു. എംകോമിന് വരും പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും ലിറ്റിൽ ബൈ ലിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രാജുവലി നമ്മൾ പഠിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അൽബക്കറ മുതൽ കണ്ടിന്യൂസ് ക്ലാസ് തരുന്നത്. നമ്മളിവിടെ നിർത്താതെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇനിയും പഠിക്കാനുണ്ട്. അല്ലാതെ വൊക്കാബുലറി വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ വൊക്കാബുലറി വെച്ചുകൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു? 1000 പ്രാവശ്യം വന്നിട്ട് 10,000 പ്രാവശ്യം. അതൊക്കെ ജനങ്ങളുടെ മാനസികമായ ഇത് ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ എനിക്കിത് ഇത്രയും അറിയാൻ പറ്റും, എനിക്കിത് ഇത്രയും അറിയാം എന്ന ഒരു കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. 2 വർഷം കൊണ്ട് ഖുർആൻ വളരെ നന്നായി ഖുർആൻ പാരായണം ചെയ്ത് ദാഇകളായ പ്രബോധകന്മാരായ ആൾക്കാരുണ്ട്. 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമുമായിട്ട് കൂടുതൽ ബന്ധം അടുപ്പമൊന്നും ഇല്ലാത്ത ആൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും 2 വർഷത്തിനകം അയാൾ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പാരായണം ചെയ്യുകയും അത് വ്യാകരണപരമായ അർത്ഥമാണ് പറയുന്നത്. പല ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളും ഉണ്ട് അങ്ങനെയുള്ള. അവർക്കൊക്കെയും പറ്റും. നമ്മൾ മലയാളികൾക്ക് മാത്രമേ പറ്റാതെ ഉള്ളൂ. മലയാളികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, മലയാളികൾ നേരത്തെ തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ്. ദർസിലും ഇതിലൊക്കെ പോകുന്ന ആൾക്കാർ, കിതാബ് പോകുന്നവരൊക്കെ പറയും, ഉദാഹരണമായിട്ട് പറയും, ഒരു ഗ്രാമർ പുസ്തകം ഞങ്ങൾ ഒരു വർഷത്തിൽ പഠിച്ച 3 ഗ്രാമർ ഭാഗങ്ങളിൽ ഒരു ഭാഗം, ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ പഠിച്ച 3 ഗ്രാമർ പുസ്തകങ്ങളിൽ, ചെറിയ പുസ്തകമാണ്, അതായത് 3 ഗ്രാമർ ഭാഗങ്ങളിൽ ഒരു ഭാഗം സഞ്ചാൻ. അപ്പൊ ഈ സഞ്ചാൻ തഞ്ചത്തിൽ 5 കൊല്ലം പഠിക്കണമെന്ന് പറയും. ദർസി പോകുന്ന പറയുന്നത് അതാണ്. അപ്പൊ 4 വർഷമോ 5 വർഷമോ ഒക്കെ ദർസി പഠിച്ച ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഖുർആന്റെ ഏത് ഭാഗത്തിന്റെ അർത്ഥം പറയാൻ പറ്റും? അപ്പോഴാണ് എനിക്ക് ഖുർആന്റെ ഒരു അർത്ഥം പഠിപ്പിച്ചിട്ടില്ല. 4 വർഷം 5 വർഷം ദർസി പഠിച്ച ആളാ. എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതാ കുഴപ്പം. ഓക്കെ. അപ്പം മുമ്പ് പല ക്ലാസ്, ഇതിന്റെ റീവൈൻഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് യൗമ് എന്ന് പറയുന്നിടത്ത് അതിന്റെ ഫത്ഹ് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ടതില്ല. അത് ഫത്ഹായിരിക്കും. സമയ സന്ദർഭങ്ങൾ പറയുന്ന വാക്കിന് ഫത്ഹാണുള്ളത്. നമ്മളെ കോഴ്സിൽ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ കോഴ്സിനിടയിൽ അത് പഠിപ്പിക്കുന്നില്ല.
ഈ ഫൈനൽ വരെയുള്ള കോഴ്സിനിടയിൽ ഇവിടെ യൗമിന് ഫത്തഹ് വന്ന എന്തുകൊണ്ടാണ് എന്നത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ പല ക്ലാസ്സിലും പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ട് നിങ്ങളെ മനസ്സിൽ തത്തിക്കളിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നിങ്ങൾ ഔപചാരികമായിട്ട്. ഉദാഹരണമായിട്ട് ഹാല് പഠിപ്പിച്ചിട്ടില്ല നമുക്ക്. അപ്പൊ നിങ്ങൾ ഹാലിൽ കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഹാലിൽ നിങ്ങൾ ഹാലിൽ കെട്ടിക്കൊടുങ്ങേണ്ട കാര്യമില്ല. ഈ അവസ്ഥയിൽ നിങ്ങൾ ഹാല് മഫ്ഊലും ബിഹി ഒന്നും ഒരു വ്യക്തമില്ല. ഇപ്പോഴും ഹാല് മപ്പുലം ചിന്തിച്ചിരിക്കുക. ഹാലെന്ന് പറഞ്ഞാൽ ഒരവസ്ഥ. കൈഫൽ ഹാലെന്ന് ചോദിക്കൂലേ, എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ എന്നാണ്. അപ്പൊ ഗ്രാമറിലുള്ള ഒരു 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 ടെർമിനോളജിയാണ് ഹാല്. ഒരു വാക്കാണ്, ഒരു പദപ്രയോഗമാണ് ഹാല്. അപ്പൊ അത് ഏത് ഇപ്പൊ മലക്കുകൾ നിന്നു, ഏത് അവസ്ഥയിലാണ് നിന്നത്? സഫൻ, അണിയായ അവസ്ഥയില്ല. ഏത് നിലയിൽ? അണിയായ നിലയിൽ. അതിനാണ് ഹാലെന്ന് പറയുന്നത്, ഒരവസ്ഥയാണ്. നീ ഇതുപോലത്തെ വാക്കുകളൊന്നും പഠിപ്പിക്കുന്നതിന് മുമ്പ് പറയാതിരുന്ന പ്രശ്നമില്ല. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാകേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക. എന്തിന്? ഈ കാര്യം ഇതിപ്പോ നമ്മൾ പറഞ്ഞു, മലക്കുകൾ എങ്ങനെ നിന്നു? നീയായി നിന്നു. ഹാലാണോ, മുസ്തഖ്ബലാണോ, വേറെ എന്തെങ്കിലും സംഭവമാണോ? അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി, ഓക്കെ, മലക്കുകൾ എങ്ങനെ നിന്നു? നീയായി നിന്നു. അത്രേ ഉള്ളൂ. അത് മനസ്സിലായോ? അതായത് നമ്മള് അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓവറായിട്ട് ചിന്തിക്കണ്ട. ഓവറായിട്ട് ചിന്തിക്കണ്ടെന്ന്. ലായത്തകല്ലമൂന ഇല്ലാമൻ, അത് നേരത്തെ പറഞ്ഞു, ആർക്കും പെർമിഷൻ ഇല്ല സംസാരിക്കാൻ. അതിന് എക്സെപ്ഷൻ ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. വീണ്ടും പറയുന്നത്, നേരത്തെ പറഞ്ഞ ലാ യംലികുന മിൻഹു ഖിതാബൻ എന്നാണ്. അവർ സംഭാഷണം ഉടമപ്പെടുത്തുകയില്ല. പിന്നീട് എന്ത് ചെയ്യുന്നു? അതേ ഉദ്ധരണി തന്നെ ഉദ്ധരിക്കാതെ, അതേ ഉദ്ധരണി, അതേ പദങ്ങൾ തന്നെ പറഞ്ഞാൽ എന്താണ് അത്? അനുവാചകൻ കേൾക്കുന്ന ആൾക്ക് സ്വാരസ്യം ഉണ്ടാകും. അപ്പോ കല്ലുകടി ഉണ്ടാകും കേൾക്കുന്ന ആൾക്ക്. അതുകൊണ്ട് അതേ പദം പ്രയോഗിക്കാതെ വേറൊരു രീതിയിലാണ് അത് വിശദീകരിക്കുന്നത്. ലാ യതകല്ലമൂൻ. അപ്പൊ ഖിതാബ് എന്ന വാക്ക് അങ്ങോട്ട് മാറിയിട്ട് ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന, സംസാരിക്കുകയില്ല. അതിന്റെ കർത്താവ് വന്നിട്ടില്ല കേട്ടോ. ലാ യതകല്ലമൂന എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുകയില്ല എന്നാണ്. പക്ഷേ ലാ യതകല്ലമൂന എന്ന സെന്റൻസിൽ വന്നിരിക്കുന്ന വാക്കിന്റെ കർത്താവ് വന്നിട്ടില്ല. ഇല്ല മൻ, ഒരുത്തനല്ലാതെ. ഇല്ല മൻ, ഒരുത്തനല്ലാതെ സംസാരിക്കുകയില്ല. പിന്നെ മന്നിന്റെ വിശദീകരണമാണ് അതിനലഹു. അതിനലഹു, അവന് അനുമതി നൽകി. അവിടെയും അതിനയുടെ കർത്താവ് ഇനിയാണ് പറയാൻ പോകുന്നത്. അതിനലഹു, അവന് അനുമതി നൽകി. ആരനുമതി നൽകി? അർ റഹ്മാൻ, പരമകാരുണികൻ. അപ്പൊ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് പബ്ലിക്കിനെയാണ്, ജനറൽ പബ്ലിക്കിനെയാണ്. ജനറൽ പബ്ലിക്കിനോട് പറയുകയാണ്. ആരുടെ പ്രതിഫലമാണ് നൽകുന്നത്? ആരാണ് പ്രതിഫലം നൽകുന്നത്? സമാവാത്തി വല്ല, ആകാശഭൂമികളുടെ അധിപൻ, രക്ഷിതാവ്. അവൻ പരമകാരുണികനാണ്, എല്ലാവർക്കും കരുണ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മലക്കുകളും ജിബ്രീലും മലക്കുകളൊക്കെയും അണിയായി നിൽക്കുന്ന ദിവസം അവർ സംഭാഷണത്തിന് അധികാരമുണ്ടാവുകയില്ല. അവന്റെ അടുക്കൽ സംഭാഷണത്തിന് അധികാരമുണ്ടാവുകയില്ല. പിന്നെ വീണ്ടും പറഞ്ഞു, ലായത്തകല്ലമൂനില്ലാമന്നതിന്റെ റഹ്മാൻ, ഈ കരുണാമയനായ ദൈവം, കരുണാവാരിധിയായ ദൈവം അനുമതി നൽകിയവനല്ലാതെ സംസാരിക്കില്ല. സംസാരിക്കും, അവർക്ക് പ്രത്യേകം അനുമതി വേണം, അനുവാദം കൊടുക്കും. പ്രത്യേകം അനുമതി വേണം. അങ്ങനെ അനുമതി കിട്ടുമ്പോഴാണ് സംഭാഷണം. നമ്മളൊരു ഹദീസ് കേട്ടിട്ടുണ്ടാവും, ഈ ഖിയാമത്ത് നാളിൽ വിചാരണ നടക്കാതിരിക്കുന്ന സന്ദർഭം. വിചാരണയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തു വയ്ക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് കല്ലും നെല്ലും വേർതിരിച്ച് കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. നരകത്തിലെങ്കിൽ നരകത്തിൽ, സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും.
വിചാരണ നടക്കാത്ത അവസ്ഥ. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു, പക്ഷെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹ് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ജനങ്ങൾ ചെന്ന് ആദം നബി അലൈഹി സ്വലാം എടുത്ത് പറയും, വല്യപ്പ നിങ്ങൾ അള്ളാഹ് അടുത്ത് പറയണം ഇങ്ങനെ വിചാരണ നടത്തി തരാൻ. ആദം നബി അലൈഹി സ്വലാം പറയും, ഞാൻ വിലക്കപ്പെട്ട കനി തിന്നുപോയി, അതുകൊണ്ട് എനിക്ക് മിണ്ടാൻ യാതൊരു ധൈര്യവുമില്ല, ഒട്ടും തന്നെ ധൈര്യമില്ല എന്ന്. അങ്ങനെ അടുത്ത ഓരോരോ പ്രവാചകന്മാരെടുക്കൽ ചെല്ലുമ്പോഴും അവരെല്ലാം ഒഴികഴിവ് പറയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരും ജനങ്ങൾ, താങ്കൾ അന്ത്യപ്രവാചകനാണല്ലോ, താങ്കൾ റബ്ബിനോടൊന്ന് പറയൂ, ഒന്ന് ജഡ്ജ്മെന്റ് നടത്തി കല്ലും നെല്ലും വേർതിരിച്ച് കിട്ടാൻ ഒന്ന് പറയൂ. അപ്പോഴ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? വേഗം ചെന്നുകൊണ്ട് പറയുകയല്ല, നമ്മുടെ നബിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ആ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തവുമില്ലാതെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ആ പുകഴ്ത്തലിനെ പോലും ആരാധനാ മനോഭാവത്തിലാണ് പുകഴ്ത്തുന്നത്. അതായത് ഈ പുകഴ്ത്തുന്ന പദ്യങ്ങൾ ചൊല്ലിയാൽ വേറെന്തോ പ്രതിഫലം കിട്ടും എന്ന നിലയ്ക്കാണ്. ചെയ്യുന്നതേ തെറ്റ്, ആ ചെയ്യുന്ന തെറ്റ്, ആ പറയുന്ന വാക്കുകൾ, തെറ്റായ വാക്കുകൾ പറയുന്നതിന് പോലും പുണ്യം കിട്ടും എന്ന് വിചാരിക്കുക. അപ്പൊ അതൊന്നും യഥാർത്ഥത്തിൽ സംഭവ്യമല്ല, യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല പറയുന്നതൊക്കെ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ജഡ്ജിമെന്റ് നടന്നു കിട്ടാൻ വേണ്ടി അള്ളാഹിന്റെ അടുക്കൽ പോയി, അർശിന്റെ അടുക്കൽ പോയി സുജൂദിൽ വീഴുകയാണ്. എന്തിനാ? പെർമിഷൻ കിട്ടണം പറയുന്നതിന് പെർമിഷൻ കിട്ടണം. അങ്ങനെ എത്ര നാൾ കിടന്നു എന്ന് അറിയില്ല എന്നാണ് ഹദീസിൽ പറയുന്നത്. കാന മിഖ്ദാറുഹു 50,000 സനത്തിന്. അവിടുത്തെ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷം പോലെയാണ്. ഇവിടുത്തെ 50,000 വർഷം പോലെയാണ് അവിടുത്തെ ഒരു ദിവസം, ഖിയാമത്ത് നാളിലെ ഒരു ദിവസം. അപ്പോ അതേപോലെ എത്ര ദിവസം കഴിഞ്ഞു പോയി, എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? യാ മുഹമ്മദ് ഇർഫഅ റഅസക് വസ്അൽ എന്ന് പറയുന്നത്. മുഹമ്മദ് തല ഉയർത്തു, എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കണം. അപ്പൊ അതാണ് അവിടുത്തെ അവസ്ഥ. ആർക്കും അനുവാദമില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. കാരുണ്യവാനായവൻ അനുവാദം നൽകിയവനല്ലാതെ സംസാരിക്കുകയില്ല. വഖാല സവാബ. അനുമതി ലഭിച്ചാലും വഖാല സവാബ, യാഥാർത്ഥ്യം പറയുന്നവനും ഒഴികെ. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, കാരുണ്യവാൻ അനുമതി നൽകിയവൻ ഒഴികെ. വഖാല സവാബ, യാഥാർത്ഥ്യം പറഞ്ഞവനും ഒഴികെ. അപ്പം എന്തെങ്കിലും പറഞ്ഞളയാം എന്ന് വിചാരിച്ചിട്ടും അവിടെ കടന്നുകൂടാൻ പറ്റില്ല. യാഥാർത്ഥ്യം പറഞ്ഞവനും മാത്രമേ അവിടെ മിണ്ടാൻ പറ്റൂ. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ വാസ്തവം, സവാബ് വാസ്തവം, യാഥാർത്ഥ്യം വാസ്തവം, ശരി. ഓക്കെ, അപ്പൊ അതുവരെ എനിക്കട്ടെ. നമ്മൾ നേരത്തെ വരാൻ പറഞ്ഞത് നേരത്തെ തുടങ്ങി ശീലിക്കാൻ വേണ്ടിയാ. അപ്പോ 2 മിനിറ്റ് വൈകിയെങ്കിലും തുടങ്ങാൻ പറ്റി. എനിക്കും അതിനെക്കുറിച്ച് ഒരു സീരിയസ്നെസ് ഉണ്ടാവും. നമ്മൾ 9:30 നിർത്തണമെങ്കിൽ 9:30 നിർത്തണം. ഇന്ന് കുറച്ച് ക്രിയകൾ കൈകാര്യം ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോ ക്രിയയിലേക്കൊന്നും പോകില്ല, അത് ഹാലിലേക്ക് കെട്ടിപ്പിടിക്കും. അതിൽ വല്ലാത്തൊരു ഹാലായിപ്പോയി. അല്ല, അങ്ങനെയല്ല, നമുക്ക് സംശയം ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് സംശയിക്കരുത്. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. ഗ്രാമറിന്റെ സാങ്കേതിക പദം മാത്രമേ എനിക്ക് മനസ്സിലാകാതെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാണ്. ഇനിയുള്ളതൊക്കെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഇനിയുള്ളതൊക്കെയും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി നമുക്ക് ഇതില് കെട്ടിക്കൊടുക്കുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ബാക്കി മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് ആശയം മനസ്സിലാകുന്നത്, വ്യാകരണം മനസ്സിലായില്ലെങ്കിലും നമുക്ക് ആശയം മനസ്സിലാകുന്നതാണ്. പിന്നെ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അടുത്ത തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നേരത്തെ പറഞ്ഞ പോലെ +2 കഴിഞ്ഞതും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് മതിയോ? അതുപോലെ പിന്നെ ബികോമിന് പോകണം.
അപ്പോൾ ബാലൻസ് ഷീറ്റ് ഒന്നുകൂടെ വ്യക്തമായി തയ്യാറാക്കാൻ പറ്റും. അതും പോരാ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം, എംകോമിന് പോകണം, അത് കഴിഞ്ഞാൽ പിന്നെ ടാക്സും മറ്റൊന്നും മറിച്ചൊക്കെ ആയിട്ട് പിന്നെ അഡീഷണൽ വേറെ കുറേ പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പഠനം അങ്ങ് പോവുകയാണ്. എന്നതുപോലെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല എന്നൊരിക്കലും പറയരുത്. നമുക്കെല്ലാം മനസ്സിലായി, മലയാളങ്ങൾ മനസ്സിലായി, അതേപോലെ അവ്യയങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ പലതും നമ്മൾ മനസ്സിലാക്കി. മനസ്സിലായി എന്ന് വിചാരിച്ചാൽ എനിക്ക് മനസ്സിലായി. രാമന്റെ സാങ്കേതിക പദത്തിൽ കെട്ടിക്കുടുങ്ങി നിൽക്കരുത്. ശരി, നമ്മളിവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. മഫൂലും ബിഹി ഞാൻ ചോദിച്ചത്. അത് പിന്നെ മഫൂലും ബിഹി ഇസ്മുഫായില് എന്തൊരു ഇതുണ്ടേന്. മഫ്ഊലുൻ ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. മഫൂലും ബിഹി ഇസ്മുഫായില് എന്തോ രണ്ടും ഇസ്മുഫായിലും ഇസ്മുഫൂലും എന്തോ ഉണ്ട്. ഇസ്മുൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ക്രിയയിൽ നിന്നും രൂപഭേദം സംഭവിച്ച കർമ്മപദം അല്ലെങ്കിൽ കർമ്മനാമം. ഓക്കെ, ഉദാഹരണം മഫ്തൂഹുൻ എന്നത് ഫതഹ എന്ന ക്രിയയിൽ നിന്നും രൂപഭേദം സംഭവിച്ചു വന്ന കർമ്മത്തിന്റെ നാമമാണ് മഫ്തൂഹ്. കർമ്മത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടത്. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പോ വെർബിന്റെ ഒബ്ജക്റ്റീവ് കേസിലുള്ള നാമം അത് അതല്ല. വാക്യത്തിൽ വരുമ്പോൾ ആ വാക്യത്തിന്റെ സ്ഥാനം അനുസരിച്ച് അതിന് വേറെ പേരുണ്ട്. വാക്യത്തിൽ വരുമ്പോൾ വാക്യത്തിന്റെ സ്ഥാനം അനുസരിച്ച് അതിന് വേറെ പേരുണ്ട്. പദം ആയി വരുമ്പോൾ ആ പദത്തിന് ആ പദം എന്ന നിലയ്ക്ക് ഒരു പേരുണ്ട്. റബ്ബ് എന്ന പദത്തിന്റെ പേരെന്താ? റബ്ബ്. എന്ന പദത്തിന്റെ പേരെന്താ? പദങ്ങളെ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ റബ്ബ് എന്ന പദം എന്താണ്? നാമം. നാമം. അത്രേ ഉള്ളൂ. ഓക്കെ. ഫതഹ എന്ന പദം എന്താണ്? ക്രിയയാണ്. അത് മനസ്സിലായി. അപ്പം പിന്നെ ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പദങ്ങൾക്ക് അതിൻ്റെതായ ഒരു പേരുണ്ട്. ഓക്കെ, ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പദങ്ങൾ. ഈ ഉരുത്തിരിഞ്ഞു വരുന്നതിനൊക്കെ അറബിയിൽ വേറെ വാക്കുണ്ട്. ഈ അറബിയിലെ സ്യൂട്ടഡ് മാച്ചിങ് ആയിട്ടുള്ള വാക്കുകളാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. രൂപപ്പെട്ടു വരുന്നത്. രൂപപ്പെട്ടു വരുന്ന പദം, ക്രിയയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന പദം, അതല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫോം. ഫ്രം ദ വെർബ്. അങ്ങനെ വെർബിൽ നിന്നും ഫോം ചെയ്ത് വരുമ്പം പിന്നെ നമ്മൾ ഫതഹ എന്ന് പറഞ്ഞത് എന്ത് തരം ക്രിയയാണ്? ഫതഹ എന്ന് പറഞ്ഞ ക്രിയയാണെന്ന് പറഞ്ഞു. എന്ത് തരം ക്രിയയാണ്? ഫാസ്റ്റ് ടെൻസ് ആണ്. പൂർണ്ണക്രിയ. പൂർണ്ണക്രിയ. നടന്നു കഴിഞ്ഞ പൂർണ്ണക്രിയയാണ്. യഫ്അലു എന്ന് പറഞ്ഞപ്പോ എന്ത് തരം ക്രിയയാണ്? അപൂർണക്രിയ. യിഫ്അൽ എന്ന് പറഞ്ഞത് എന്ത് തരം ക്രിയയാണ്? അപ്പോ അതൊരു ക്രിയയാണ്, നാമമല്ല. ലാ തഫ്അൽ എന്ന് പറഞ്ഞപ്പോ എന്തായി? വിരോധക്രിയയായി. ഓക്കെ, അതിനൊക്കെ അറബി പദമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് ഹാലിൽ കെട്ടിക്കുടുങ്ങിയത് വരെ കെട്ടിക്കുടുങ്ങുന്നുണ്ട്. അതേപോലെ ഉരുത്തിരിഞ്ഞു വരുന്ന പദമാണ് ഫാത്തിഹുൻ എന്ന പദം. ഫാത്തിഹുൻ എന്ന പദത്തെ ആകെ പറഞ്ഞ നമ്മള് ഫാത്തിഹുൻ എന്ന് പറഞ്ഞ പദത്തെ ഫതഹയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അതിനെന്ത് പേര് പറയാം നമുക്ക്?
ഫത്തഹയുടെ ഇസ്മ ഫായിലാണ്. ഇസ്മ ഫായിലാണ്. കാരണം നമ്മൾ പറഞ്ഞു ഈ 3 പദങ്ങൾ നാമങ്ങളാണെന്ന് പറഞ്ഞു. ഫാത്തിഹൻ, മഫ്തുഹൻ, ഫത്ഹൻ എന്ന് ഇസ്മു പറയുന്ന നാമങ്ങൾ. ഫായിലും ഇസ്മു അപ്പൊ മഫൂലും അതിൽ ഒന്നാമത്തതാണ് ഫാത്തിഹ എന്ന് പറഞ്ഞത്. ഫാത്തിഹ എന്ന തുറക്കുന്നത്. പദം ഇസ്മാണ്. എന്ത് ഇസ്മാണ്? ഇസ്മ ഫായിൽ. അപ്പൊ ഇസ്മ ഫായിലാണ് എന്ന പദം സംഗതി നമ്മൾ സെന്റൻസിൽ വരുമ്പോൾ ഇത് ഇസ്മ ഫായിലാണെന്ന് പറയില്ല. ഫായിലെന്നാണ് പറയില്ലേ? അല്ലല്ലല്ല. സെന്റൻസിൽ വരുമ്പോൾ സെന്റൻസിൽ വരുമ്പോ അത് വേറെ. റബ്ബി സമാവാത്തി, സമാവാത്ത് റബ്ബിനെ ആ സമാവാത്തിലേക്ക് ഇമാമത്ത് ക്രിയ, ചെയ്യണം കർത്താവ്, കർമ്മം. അപ്പോൾ സെന്റൻസിൽ വരുമ്പോൾ, വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ ക്രിയ വന്നിട്ടുണ്ടെങ്കിൽ ക്രിയയുടെ കർത്താവ് എന്നാണ്. അപ്പൊ ഇസ്മുൽ ഫായിൽ എന്നല്ല പറയുന്നത്, അവിടെ എന്താണ്? അത് ഫായിലാണ്. അപ്പൊ മഫൂലും ബിഹി അല്ല, അതല്ലല്ലോ. ഇസ്മു ഫായിൽ എന്ന് പറയും മഫൂൽ ബിഹി അല്ല. ഇസ്മു ഫായിൽ എന്ന് പറയും മഫൂൽ ബിഹി അല്ല. അല്ല മഫൂലും ബിഹി ക്രിയയില് ക്രിയ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞാൽ എല്ലാം കൂടെ കോംപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രൂപങ്ങളുടെ പേരാണ്. ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രൂപമാണ് ഇസ്മുൽ ഫായിൽ. അപ്പൊ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇസ്മു ഫായിൽ എന്നല്ല പറയുക. ഫായില് ഇസ്മു ഫായിൽ എന്നൊരു പേര് അവിടെ പറയൂല. അതവിടെ നിൽക്കട്ടെ, ഉണ്ടാവില്ല. വേറെ കാര്യം. ആടെ ക്രിയ, കർത്താവ്, കർമ്മം അല്ലെ? അല്ല, അവിടെ നിൽക്കട്ടെ. ക്രിയയിൽ വരുമ്പോൾ നമ്മൾ സെന്റൻസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ഫാത്തിഹൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഇസ്മു ഫായിലാണ് ഫാത്തിഹ എന്ന് നമ്മൾ പറയൂല എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. എനിക്ക് നേരത്തെ ഉറങ്ങാൻ വേണ്ടി നേരത്തെ ക്ലാസ് വരും. നേരത്തെ ഉറങ്ങാന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ സുന്നത്ത് എന്താണ്? നേരത്തെ ഉറങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞാൽ പിന്നെ കലാമാവി മകര് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഡിന്നർ കഴിക്കണം, അല്ലെങ്കിൽ ആശ കഴിക്കണം. ഇഷ കഴിഞ്ഞാൽ പിന്നെ നോമിലേക്ക് പോകണം. പിന്നെ എല്ലാവരും ഫ്രീ ആകുന്ന സമയം നോക്കി നമ്മളിങ്ങനെ ക്ലാസ് വെച്ചിരിക്കുന്നത് മാത്രം. എനിവേ, ഞാൻ പറഞ്ഞു തരിക, ഇടയിൽ കയറി പറയാറുന്നത്. ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രൂപങ്ങളുടെ പേര് എവിടെ പറയൂല? വാക്യത്തിന്റെ ഘടന പറയുമ്പോൾ പറയൂല. അപ്പൊ വാക്യത്തിന് പറയുമ്പോൾ ആ വാക്യത്തിന്റെ ഘടന പറയുമ്പോൾ ഇസ്മാണ്, ഫിഅലാണ്, ഹർഫാണ്. ഇതാണ് ഒന്നാമത് നോക്കുന്നത്. പിന്നീട് അവിടെ എന്ത് സ്ഥാനം വന്നു, ഫത്തഹാണോ ഗസലാണോ എന്നതിനനുസരിച്ചുള്ള ഒരു ന്യായീകരണങ്ങളാണ്, ബാക്കി വിശദീകരണങ്ങളാണ് അവിടെ വരുന്നത്. ആ വാക്യത്തിന്റെ സ്ഥാനത്ത് അവിടെ ഫത്തഹാണോ ഗസലാണോ ദമ്മാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയാണ് ബാക്കി പറയുന്നത്. ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രൂപത്തിന് ഇസ്മുൽ ഫാഇൽ എന്ന് പറയും. ഫാത്തിഹനാണെങ്കിൽ ഇസ്മുൽ ഫാഇൽ, മഫ്തൂഹനാണെങ്കിൽ ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയും. ഓക്കെ. പിന്നെ ഫത്തഹൻ നമ്മൾ അതിന്റെ അറബി ടെർമിനോളജി പറഞ്ഞില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്രയും ഉപകാരമുണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ ആയി. ഇനി നമ്മൾ ഒരു വാക്യം എടുക്കുക, എന്നിട്ട് വാക്യത്തിൽ നോക്കാം. ലാ യംലികൂന മിൻഹു ഖിതാബ, ലാ യംലികൂന മിൻഹു ഖിതാബ. ലാ യംലികൂന, യംലികൂന എന്ന് പറയുന്നത് എന്താണ്? അവിടെ ക്രിയയാണ്. അത് ക്രിയയാണ്. ആ ക്രിയ വന്നാൽ എന്ത് വേണം? ക്രിയക്ക് കർത്താവ് വേണം. കർത്താവും കർമ്മവും. ക്രിയയുടെ കർത്താവ് വേണം. അപ്പൊ കർത്താവ് എവിടെ ഉണ്ട്? യംലികൂനയില് അകത്ത് അടങ്ങി. കർത്താവിന്റെ അടയാളം എന്താണ്? പിന്നെ ഖിതാബ് എങ്ങനെ കർത്താവായി? അല്ല ഹിതാബല്ല, യഖൂമു. യംലികൂനയിലുള്ള ഹുമ്മാണ്. പറഞ്ഞേ, അത് ഞാൻ പറഞ്ഞേ. ഖിതാബ് പറഞ്ഞു, ഹുമ്മാണ് അതിന്റെ കർത്താവ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ലമ്മത്ത് അടയാളമായിട്ടുള്ള ഒരു നാമം അതിനോട് അനുബന്ധമായി വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ അതിനകത്തുള്ള സർവനാമമാണ് കർത്താവ്.
ഓക്കെ. ഉം. പിന്നെ ലാ യംലിക്കൂന ഉടമപ്പെടുത്തുകയില്ല. എന്തിനെ ഉടമപ്പെടുത്തുകയില്ല എന്ന് ചോദ്യം വരും. അപ്പോൾ നമുക്ക് കർമ്മം വേണം, ഒബ്ജക്റ്റ് വേണം. കർമ്മം അഥവാ ഒബ്ജക്റ്റ് വേണം. എല്ലാ സ്ഥലത്തും ഒബ്ജക്റ്റ് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഇവിടെ ഉടമപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു. എന്തിനെ ഉടമപ്പെടുത്തുകയില്ല എന്ന ചോദ്യം ഉണ്ടാകും. അപ്പോ അത് ഒബ്ജക്റ്റിനെ തേടുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ആവശ്യപ്പെടുന്നു, കർമ്മത്തെ ആവശ്യപ്പെടുന്നു. അപ്പോഴത് നമ്മൾ കർമ്മം എന്ന് പറഞ്ഞത് ഫത്ഹ ചെയ്യപ്പെട്ട ഒരു നാമം അതിനോടനുബന്ധമായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോഴുണ്ട്. ഹിതാബൻ എന്നത് ഫത്ഹ ചെയ്യപ്പെട്ട നാമമാണ്. അപ്പോൾ ഉടമപ്പെടുത്തുകയില്ല. എന്തിനെ ഉടമപ്പെടുത്തുകയില്ല? ഹിതാബിനെ ഉടമപ്പെടുത്തുക. ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ അറബിയിലുള്ള പേരാണ് മഫ്ഊലുൻ ബിഹി എന്ന്. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കുറ്റം കിട്ടി. അപ്പൊ ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പദം എന്താണ്? ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന മഫ്ഊൽ എന്ന് പറയുന്നത് ഇസ്മു ഫായിലി, ഇസ്മു മഫ്ഊലി. അത് ഇസ്മുൽ മഫ്ഊലാണ്. പിന്നെ ഇസ്മു ഫായിൽ എന്ന് എന്തിനാ പറഞ്ഞത്? അല്ല, ഇസ്മു ഫായിലി പറഞ്ഞ ഇസ്മുൽ ഫാത്തിഹുൻ മഫ്ഊലാണ്. അല്ല, അത് ഇസ്മുൽ ഇസ്മുൽ മഫ്ഊല്. മഫ്ഊലാണ്. മഫ്ഊല്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് വേണ്ടി ഉം. ഉണ്ടാക്കുന്ന നാമം. ഉം. കേട്ടോ? ഉം. അത് വാക്യത്തിലെ ഒബ്ജക്റ്റ് അല്ല, ക്രിയയിൽ ഉം. ഉണ്ടായിത്തീരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫാത്തിഹ എന്ന് പറഞ്ഞു തുറക്കുന്നവൻ. മഫ്തൂഹ് തുറക്കപ്പെട്ടത്. അപ്പൊ തുറക്കപ്പെടുക എന്ന് പറഞ്ഞ എന്താണ്? അത് കർമ്മത്തിന്റെ രൂപത്തിലുള്ള പദമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ് കേസിലുള്ള പദമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം വേറെ രീതി പറഞ്ഞാൽ എന്തുകൊണ്ട് ഇസ്മു മഫ്ഊൽ എന്ന് ചോദിച്ചാൽ വാതിൽ തുറക്കപ്പെട്ടു അല്ലേ? അപ്പം ആരുടെയോ പ്രവർത്തനം കാരണമായിട്ടാണ് വാതിൽ തുറന്നത്. അങ്ങനെ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലായില്ലെന്ന് വിചാരിക്കുക. നമ്മളിവിടെ സുഖമിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മനസ്സിലായില്ലെന്ന് കരുതുകയും പിന്നീട് ഉയർന്ന ക്ലാസ്സിൽ, കേട്ടോ, പിന്നീട് എപ്പോഴെങ്കിലും അല്ല, അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുക. ആ ക്ലാസ്സിന് മനസ്സിലായില്ലെങ്കിൽ അതിനടുത്ത ക്ലാസ്സിൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുക. പിന്നെ ഖുർആനെ സംബന്ധിച്ചോളം ഇത് എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും എനിക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റും എന്ന് ശുഭാപ്തി വിശ്വാസം കൂടി ഉണ്ടാവുക. ഈ അവസ്ഥയിൽ നമുക്ക് അതാണ് ഉണ്ടാകേണ്ടത്. ഫൈനൽ കഴിഞ്ഞ അവസ്ഥയിൽ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. ഓക്കെ, നമ്മളെല്ലാം ആ നിലയ്ക്കുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ. ഖുർആൻ അറബി ആര് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാകണം എന്നൊക്കെയുള്ള അഭിലാഷങ്ങൾ എത്തിച്ചേരുക. സന്തോഷത്തിൽ അതിൽ രസിക്കുക. ഖുർആന്റെ വക്താക്കൾ എന്ന നിലയിൽ അവിടെ നമുക്ക് പ്രത്യേകം സ്ഥാനം ലഭിക്കുക. ഇതൊക്കെ നമ്മുടെ അഭിലാഷങ്ങളാണ്. അതൊക്കെ അല്ലാഹു സഫലമാക്കി തരട്ടെ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുന്നതല്ല. മരിച്ചുപോയ മരിച്ചുപോയവർക്ക് അവരുടെ പാപങ്ങളിൽ പുറത്തു കൊടുക്കണമെന്നുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകണമെന്നല്ല. ഇസ്ലാമായി ജീവിപ്പിക്കുകയും മരിക്കുന്നവർ ഈമാനോട് മരിപ്പിക്കുകയും ചെയ്യണം. والحمد لله رب العالمين.